നമസ്കാരം. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീര നന്ദൻ. ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ 2008 മീര വെള്ളിത്തിരയിൽ എത്തുന്നത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിച്ചത്. ഏറ്റവും ഒടുവിൽ 2017 പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത്. ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു. അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുണ്ട് നടി. റിയാലിറ്റി ഷോകളിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവന്ന ഒട്ടനവധി സെലിബ്രിറ്റികളെ നമുക്കറിയാം. അത്തരത്തിൽ റിയാലിറ്റി ഷോ വഴി മലയാളികൾക്ക് സുപരിചിതയായ മുഖമായിരുന്നു മീര നന്ദന്റേത്. അവതാരകനും ഗായികയും അഭിനേത്രിയും നർത്തകിയും ഒക്കെയായ മീര നന്ദൻ തുടക്കം സമയത്ത് സംഗീതത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അത്തരത്തിൽ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ വേദിയിൽ ഓഡിഷനിൽ പങ്കെടുക്കാനും മീര എത്തിയിരുന്നു. ദീപക് ദേവ്, അൽഫോൺസ് ജോസഫ്, ബാലഭാസ്കർ എന്നിവരായിരുന്നു ജഡ്ജസായി എത്തിയത്. പങ്കെടുക്കാൻ എത്തുന്ന മത്സരാർത്ഥികളോട് സരസമായിട്ടാണ് സംസാരമെങ്കിലും വേദന നൽകുന്നതും ആയിരുന്നു ജഡ്ജിംഗ് കമന്റുകൾ എന്നാണ് പൊതുവെയുള്ള സംസാരം. എന്നാൽ അന്ന് ആ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ 3/4 ആളുകളും ഒന്നുകിൽ സംഗീത ലോകത്തിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ആളാണ് മീര നന്ദൻ. 15-16 വയസ്സാണ് മീരയ്ക്കെന്ന് കാഴ്ചയിൽ തോന്നിപ്പിക്കും. മാനസികമായി എന്തെങ്കിലും സങ്കടമുണ്ടോ? ചിരി വരുന്നില്ല പാടുന്ന സമയത്ത് എന്നുള്ള അൽഫോൺസിന്റെ കമന്റും സഹ ജഡ്ജസിന്റെ എക്സ്പ്രഷനും ചേർത്തിണക്കിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു എന്ന ക്യാപ്ഷൻ നൽകി പങ്കിട്ട വീഡിയോ മില്യൺ കാഴ്ചക്കാരെ നേടി എന്നതു മാത്രമല്ല, മീര നന്ദൻ തന്നെ അതിന് കമന്റുമായി എത്തുകയും ചെയ്തു. ഈ വർഷമാണ് മീര വിവാഹിതയാകുന്നത്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത്. മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. ഇന്ന് ദുബായിൽ RJ ആയി ജോലി നോക്കുന്ന മീര അഭിനയത്തിലും സജീവമായിരുന്നു. അവതാരകയായാണ് മീര മലയാളത്തിൽ കരിയർ തുടങ്ങിയത്. മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ സജീവമായി. വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും, ജയ് ഭോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും കന്നഡയിലും താരം അഭിനയിച്ചു. അതേസമയം വർക്കല ഇടവ സ്വദേശിയായ ശ്രീജുവാണ് മീരയെ വിവാഹം ചെയ്തത്. വിവാഹശേഷം അധികനാൾ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. UAE ഗോൾഡ് FM-ൽ റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി. ശ്രീജു ലണ്ടനിൽ. സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര പങ്കിട്ട വീഡിയോയെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട്. അതിന് താഴെ നിരവധി കമന്റുകളും എത്താറുണ്ട്. ശ്രീജു വന്നത് ഭാഗ്യമായി ഞാൻ കാണുന്നു. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആദ്യം തങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത്. പിന്നീടാണ് ഞങ്ങൾക്ക് നമ്പർ നൽകുന്നത്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി എന്നാണ് മീര ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. ആദ്യം എനിക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയായിരുന്നു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത്. അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ കൾച്ചറൽ ഡിഫറൻസുകളുമുണ്ട്. അതിനുശേഷം ഞങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ ഈ കൺസേണുകൾ പറഞ്ഞു. വിവാഹശേഷം ദുബായിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. അക്കൗണ്ടന്റായി തനിക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ശരിയായ സമയത്ത് എനിക്ക് ശരിയായ ഒരാളെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് മീര നന്ദൻ പറഞ്ഞത്. മാത്രമല്ല, കരിയറുമായി മുന്നേറുന്നതിനിടയിലെല്ലാം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. തന്നെക്കാളും കൂടുതൽ ഈ ചോദ്യം കേട്ടത് മാതാപിതാക്കളായിരുന്നുവെന്നും അത് ഓർക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും മീര പറയുന്നു. സിനിമയിൽ അഭിനയിച്ചവർക്ക് എളുപ്പമല്ലേ, ആരെ വേണമെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. മീഡിയയിലാണ്, നടിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് പോയവരുണ്ട് എന്നും മീര പറഞ്ഞിരുന്നു. മീരയെ കണ്ടപ്പോൾ തന്നെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുട്ടി എന്റെ ഭാര്യയാകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവെന്നുമാണ് മീരയെ കണ്ട നിമിഷത്തെക്കുറിച്ച് സംസാരിക്കവേ ശ്രീജു മുമ്പൊരിക്കൽ പറഞ്ഞത്. ശ്രീജു ജനിച്ചതും വളർന്നതുമെല്ലാം ലണ്ടനിലാണ്. 16 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിവാഹ നിശ്ചയത്തിനാണ് ശ്രീജു കേരളത്തിലെത്തിയത്.